ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ കരുണയും അനുഗ്രഹങ്ങളും വർഷിച്ച് അനുദിനം നമ്മെ നടത്തുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഇന്ന് ഷാജ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നേഴ്സുമാർ തങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ ഈ തിരുവചനത്തിന്റെ അഭിഷേകം അനുഭവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നേഴ്സസ് മിനിസ്ട്രിയിലൂടെ നമുക്ക് പരസ്പരം അറിയാമെങ്കിലും ഷാലോം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലൂസി ബെന്നി. എനിക്ക് 2 ആൺമക്കളാണ്. ജീവിത പങ്കാളി 2020 ഈശോ തിരികെ വിളിച്ചു. ഞാൻ കാലടി താന്നിപ്പുഴ സെയിൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. എൻ്റെ പേര് രേഖ. ഞാൻ നാട്ടിൽ പറപ്പൂർ സെൻറ്റ് ജോൺ നെബുംസ്റ്റാൻ പള്ളി ഇടവക അംഗമാണ്. ഞാനിവിടെ ഹസ്ബൻഡും 3 മക്കളുമായിട്ട് ഷാർജയിൽ താമസിക്കുന്നു. ചേച്ചിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് അറിയാം. എനിക്ക് കുറച്ചൊക്കെ ചേച്ചീനെ അറിയാം. അപ്പോൾ അത് അതിനെക്കുറിച്ചൊന്ന് കൂടുതലൊന്ന് വിശദീകരിക്കാമോ? ചേച്ചീനെ ഈശോ വഴി നടത്തിയ ജീവിതാനുഭവങ്ങൾ. ഈശോയ്ക്ക് നന്ദി. ഈ അവസരം എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി. കാരണം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇന്ന് വരെ ഈശോയാണ് എന്നെ കൈപിടിച്ച് നടത്തിയത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽ ഓർക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എൻ്റെ അമ്മേനെ പാമ്പ് കടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈശോ എന്നെയും എൻ്റെ അമ്മയും പൂർണ്ണ സൗഖ്യം കൊണ്ട് തന്ന് രക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഒരു സാധാരണ കുടുംബത്തിലെ 4 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി പഠനത്തിലും ഒരുപാട് ഈശോയുടെ ആ സഹായം തേടി ഞാൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. എല്ലാത്തിലും ദൈവം നല്ല വിജയം നൽകി. ഈശോയോട് ചേർന്ന് നിന്നുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ അന്നത്തെ കുട്ടിക്കാലം. മാതാപിതാക്കൾ അതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവർക്കൊരു നിവർത്തിയില്ലെങ്കിലും എന്നെ നേഴ്സിംഗ് അയച്ച് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ നേഴ്സിംഗ് ജോലി പൂർത്തിയായതിനു ശേഷം ഉടനെ എനിക്ക് ഇറാഖിൽ ജോലി ലഭിച്ചു. ആ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ വാറ് വന്നു. ആ വാറ് നടന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം. ആ യുദ്ധഭൂമിയിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചു. ദൈവത്തിന്റെ വലിയൊരു കരുണ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരുണയാണത്. അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് സൗദി അറേബ്യയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. ദൈവാനുഗ്രഹത്താൽ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ എന്നെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുണ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായും അതാണ് എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമായിരുന്നു. അവിടെ ഞാൻ സ്വപ്നം കാണുന്നതിൽ ഉപരിയായിട്ട് നന്മകൾ നൽകി എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ 29-ാം വയസ്സിലാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച ഉടനെ തന്നെ ജീവിത പങ്കാളി പറഞ്ഞു, ഇനി നിർത്തിയിട്ട് നാട്ടിൽ വരാം. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആ സന്തോഷത്തോടു കൂടി നാട്ടിലെത്തി. ദൈവം വലിയ അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തി. 2 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ. അതിനുശേഷം ഒരു 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ബിസിനസ്സായിരുന്നു. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നപ്പോൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു, എന്നാൽ ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാം. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആ സമയത്ത് എനിക്ക് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ സൗദി അറേബ്യയിൽ വീണ്ടും ജോലി ലഭിച്ചു ഈശോയുടെ കൃപയാൽ. അപ്പോൾ അതിൽ ആ ജോലി സ്ഥലത്ത് എന്നെ ഒരുപാട്
ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, ഒരു നല്ല പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കണമെന്ന്. അത് തന്നെ ദൈവം ഒരുക്കി തന്നു എന്നുള്ളത് നല്ലൊരു പ്രാർത്ഥനകൾ എപ്പോഴാണെങ്കിലും ദൈവം കേട്ട് അതിനനുസരിച്ച് ദൈവം നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ചേച്ചിയുടെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാനും പറ്റുന്നുണ്ട്. അത് അപ്പോൾ അവിടെ നല്ലൊരു കൂട്ടായ്മ എനിക്ക് കിട്ടി. അപ്പോൾ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരാനും എൻ്റെ ജോലിയിൽ പടിപടിയായിട്ട് ദൈവം ഉയർത്തിക്കൊണ്ടിരുന്നു. ഓരോ പൊസിഷനുകൾ തന്ന് 18 വർഷക്കാലം ഒരേ ഡിപ്പാർട്ട്മെന്റിൽ. വലിയൊരു കൃപയാണ് ദൈവത്തിന്റെ. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വർഷം ജീവിക്കാൻ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവിടുത്തെ ഏറ്റവും ഒരു നല്ല ലീഡറായിട്ട് തന്നെ എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാവരോടും ദൈവത്തിൻ്റെ സ്നേഹം പാർന്നു കൊടുക്കാൻ, എൻ്റെ മുന്നിൽ കണ്ടുമുട്ടുന്ന ഓരോ രോഗികളോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാം ദൈവസ്നേഹം പങ്കിട്ട് കൊടുക്കാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് സഹായിച്ചു. എന്നും പരിശുദ്ധ കുർബാന കണ്ടുകൊണ്ട്, അത് ടി വിയിലാണ്, എനിക്ക് അങ്ങനെ സൗകര്യമില്ല പുറത്തു പോയി, നമുക്കറിയാലോ. അതെ, സൗദിയിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ജീവിത അനുഭവങ്ങൾ ഒരുപാട്, എൻ്റെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊന്നും എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയിൽ ഒരുപാട് എന്നെ ദൈവം സഹായിച്ചു. ഈശോയുടെ ആ കൃപ കൂടെ ഇരുന്ന് ആ സമയത്താണ് വീണ്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് വല്ലാത്ത അസുഖങ്ങളാൽ ഭാരപ്പെട്ടു. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. 2-3 വട്ടം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായ ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരുന്ന് സഹായിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. അവസാനം 2020 ദൈവം തിരികെ വിളിച്ചു. പിന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വലിയൊരു സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ മോനുണ്ടായ ആ സമയത്ത്, ആദ്യത്തെ നോർമൽ ഡെലിവറി ആയിരുന്നു. 2ാമത്തെ മോനുണ്ടായ ഡെലിവറിക്ക് കയറ്റിയിട്ട് രാവിലെ 10 മണിക്ക് കയറ്റിയിട്ട് വൈകിട്ട് രാത്രി 12:30 ആയിട്ടും ഡെലിവറി നടക്കുന്നില്ല. പക്ഷേ ഡെലിവറിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അവസാനം ഡോക്ടർ വാക്യൂം ഡെലിവറിയിലൂടെ വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു വാക്യൂം ഡെലിവറി. ആ സമയത്ത് ശരിക്കും ഞാൻ ഈശോയോടും മാതാവിനെയും വിളിച്ചപേക്ഷിച്ചു. ശരി, ആ ടേബിളിൽ കിടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. വാക്യൂം ഡെലിവറി ഇടാൻ തുടങ്ങിയ നിമിഷം ഡോക്ടർ പിറ്റേ ദിവസം എന്നോട് പറയുക, ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നു വാക്യൂം ചെയ്യരുത്, ഓപ്പറേഷൻ എടുക്കാൻ. ആ സമയം തന്നെ ഡോക്ടർ ആ തീരുമാനം മാറ്റി ഓപ്പറേഷൻ എടുത്തു. പിറ്റേ ദിവസം ഡോക്ടർ പറയാണ്, ആ ഓപ്പറേഷൻ ചെയ്ത് കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ 3 പ്രാവശ്യം അമ്പിളിക്കൽ കോഡ് ചുറ്റിക്കിടക്കുമായിരുന്നു. നമ്മൾ ശരിക്കും വാക്യം ഇടാതെ ദൈവമായിട്ട് ഡോക്ടറെ കൊണ്ട് എടുക്കാൻ തോന്നിച്ച ഒരു കാര്യം, അതൊരു ദൈവത്തിന്റെ മഹാകരുണ, ദൈവത്തിന്റെ കൃപ, കരുണ. അല്ലെങ്കിൽ ഞാനും എൻ്റെ മോനും എന്തൊക്കെയോ സംഭവിച്ചു പോകണ്ടായിരുന്നു. അവിടെ ദൈവം ഇറങ്ങി വലിയൊരു പരിപാലന അത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ദൈവത്തിന്റെ മഹത്വം. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഈശോ കൂടെ നടന്ന് വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ മുതൽ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് എന്നെ ഈശോ ഒരുപാട് അനുഗ്രഹിച്ച ഒരു വർഷങ്ങളായിരുന്നു അത്. അപ്പോൾ അത് എൻ്റെ പഠന മേഖലയിൽ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരു നല്ല രീതിയിൽ പഠിക്കാനും എൻ്റെ ജീവിതം തന്നെ ഒരു അടക്കം ചിട്ടിയും ഒരു ക്രമപ്പെടുത്തുന്ന ഒരു അനുഭവം എനിക്ക് ബൈബിൾ വായനയിലൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അത് ഒന്നും ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്തല്ല, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബൈബിൾ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് ഒരു വലിയൊരു അനുഭവം. എൻ്റെ പഠന മേഖലയിൽ വളരെയധികം ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് നല്ല രീതിയിൽ എൻ്റെ പഠനം പൂർത്തിയാക്കാനും ഉന്നത വിജയങ്ങൾ ലഭിക്കാനും അത് ഈശോ ഇടവരുത്തി. പിന്നീട് എൻ്റെ പഠനം എല്ലാം കഴിഞ്ഞ് നഴ്സിംഗും കഴിഞ്ഞ് ഞാൻ വിവാഹ ജീവിതത്തിലോട്ട് വന്നു. അപ്പോഴും ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും ഈശോ കൂടെ നടന്ന് വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ പിന്നെയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും എനിക്ക് എടുത്തു പറയാൻ, ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഭർത്താവും
മക്കളും കൂടി ഞാൻ ഷാർജയിൽ താമസിക്കുന്ന സമയത്ത് ഈ ഹസ്ബൻഡിന് പെട്ടെന്നൊരു സിവിയറായിട്ടൊരു ഹെഡേക്ക് ഒരു ദിവസം രാത്രി ഉണ്ടാവുകയും അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ BP നോക്കിയപ്പോൾ 200 എബവ് ആയിരുന്നു BP കാണിച്ചത്. പക്ഷെ BP ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ മക്കളെല്ലാം ഓൾറെഡി ഉറങ്ങിയായിരുന്നു, അവരെ ലോക്ക് ചെയ്തിട്ടിട്ടാണ്. അപ്പോൾ നമുക്കറിയാലോ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആൾ സഹായം കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മക്കളെ ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും മെഡിസിൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരിച്ച് വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് എമർജൻസി റൂമിൽ അവർ അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇഞ്ചക്ഷനും കൊടുത്തു. പക്ഷേ BP കുറയുന്നുണ്ടായിരുന്നില്ല, തലവേദനയും മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻറ്റേർണൽ മെഡിസിൻ ഡോക്ടർ വന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ ICU അഡ്മിഷൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു സ്ട്രെസ് നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പക്ഷെ എന്തേലും നമുക്ക് ഒറ്റയ്ക്ക് ആകുമ്പത്തിന് എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളൊരു അറിയാണ്ടിരിക്കും ആ ഒരു സിറ്റുവേഷനൂടെ കടന്നുപോയി. പിന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത് ICU അഡ്മിഷൻ എടുത്തു. ഹസ്ബൻഡ് പിന്നെ അവർ അവിടെ ചെന്ന് നൈട്രോഗ്ലിസറിൻ ട്രിപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേനും പിന്നെ ഒരു 5 മണിക്ക് ആയി ഇതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മക്കൾ വീട്ടിലൊറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. മക്കളെ എണീപ്പിച്ച് സ്കൂളിൽ വിട്ട് അതിനൊക്കെയുള്ള ശക്തി എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇന്ന് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് മഹാത്ഭുതമായിട്ട് തോന്നുന്നു, കാരുണ്യം. അപ്പോൾ അങ്ങനെ പിന്നെ മക്കളെ സ്കൂളിൽ വിട്ട്. അപ്പോൾ മക്കൾക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊന്നും അവരറിഞ്ഞില്ല. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പപ്പ ഹോസ്പിറ്റലാണ്, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ സ്കൂളിൽ പറഞ്ഞു വിട്ട്. അവർ പോയി കഴിഞ്ഞ് ഞാനും എൻ്റെ ഈശോയും മാത്രമായ ഒരു സമയത്ത് ഞാൻ ഈശോയുടെ സന്നിധിയിലിരുന്ന് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കി ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഈശോ തന്നത്, എന്നിലൂടെ എനിക്ക് വേണ്ടി സംസാരിച്ചത് ഹെസക്കിയയുടെ രോഗശാന്തി എന്നുള്ളൊരു വചനമായിരുന്നു. അത് ബലപ്പെടുത്തുന്നതും ഈശോയുടെ ഒരു പ്രത്യേക കരുണയും സൗഖ്യവും അത് തീർച്ചയായും എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചൊരു സമയമായിരുന്നു. ആ വിശ്വാസത്തിന് ദൈവത്തിന് നന്ദി. കാരണം വിശ്വാസത്തിന്റെ പേരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ശരിക്കും. അപ്പോൾ അത് എനിക്ക് പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു ആ ഒരു സമയത്ത്. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഏക ആശ്രയം. ഞാൻ പിന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് CT ബ്രെയിനും കുറേ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന വേറൊരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷനുകളെല്ലാം ചെയ്തു. എല്ലാ ഇൻവെസ്റ്റിഗേഷനുകളും ദൈവം അനുഗ്രഹിച്ച് എല്ലാം നോർമലായിരുന്നു. 3-ാമത്തെ ദിവസം ഡയറക്റ്റ് ICUന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം ദൈവം തന്നു. ഒരു പൂർണ്ണ സൗഖ്യത്തോടു കൂടി ഹസ്ബൻഡ് അന്ന് അവിടുന്ന് തിരിച്ചു വരാനായിട്ടുള്ളൊരു അനുഗ്രഹം ദൈവം. സങ്കീർത്തനം 136:1 പറയുന്നു, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആമേൻ, സ്തോത്രം. എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലും ദൈവം സൗഖ്യപ്പെടുത്തിയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സൗദി അറേബ്യയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം തന്നെ തുടങ്ങുന്നത് പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും കണ്ട് അതുപോലെ ബൈബിളും വായിച്ചാണ് ഓരോ ദിവസവും ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഓഫായിരുന്നു. അന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര്, ഇടത് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താണ്. വീണ്ടും ഈശോയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയെ നീ ഇടപെടണം കേട്ടോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഈശോയെ നീ തന്നെ ഇടപെടണമെന്ന്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, മറ്റുള്ളവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി എന്തോ ഒരു വ്യത്യാസമുണ്ട് മുഖത്തിനൊക്കെ, ഒരു വശം അങ്ങനെ കോടിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ കാണുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ. അപ്പോഴും അവർ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുക, നിന്നിലാണ് ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്, നീ തൊടണമേ, നീ ഇതിൽ ഇടപെടണമേ എന്ന്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് 2 ദിവസത്തിനകം എൻ്റെ മുഖം പൂർണ്ണ ആരോഗ്യത്തോടെ പഴയതുപോലെയായി. ഫേഷ്യൽ പാൾസിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസം നമ്മൾ നോക്കിയാലും നമുക്ക് അറിയാം എത്രത്തോളം കാരുണ്യത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ദൈവം കൂടെ കൈ പിടിച്ച് നടത്തിയ അവസരങ്ങൾ. അതിനകത്ത് ഒന്ന് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ലേബർ റൂം നേഴ്സായിട്ടായിരുന്നു മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പീഡിയാട്രിക്കിൽ തീരെ എക്സ്പീരിയൻസില്ല. ഞാൻ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് പീഡിയാട്രിക്കിൽ ഞാൻ തീരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. ആക്ച്വലി നൈറ്റ് അവർ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് വാർഡിലായിരുന്നു, മിക്സ്ഡ് വാർഡായിരുന്നു. അപ്പോൾ അവിടെ വേറെ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് പീഡിയാട്രിക് തീരെ പരിചയമില്ലാത്തൊരു ഏരിയ ആണ്, മെഡിക്കൽ പേഷ്യൻസിനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. അതെ, നമുക്ക് പരിചയമില്ലാത്ത മേഖല നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നമ്മൾ ലേബർ റൂമിൽ നിന്ന് ചെല്ലുമ്പോഴത്തേനും ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു കുഞ്ഞൊരു ഒരു ഇൻ ബിറ്റ്വീൻ 2 to 3 years ഒരു ഗേൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 5th day ആൻറ്റിബയോട്ടിക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സിസ്റ്റർ തന്നെ എല്ലാ ഇഞ്ചക്ഷനെല്ലാം പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോയപ്പോൾ അത് ക്യാനിലെ ബൾജായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ലാസ്റ്റ് ഡോസ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. സിസ്റ്റർ വീണ്ടും ക്യാനിൽ ഇട്ടു. അപ്പോൾ അത് കിട്ടിയില്ല. വീണ്ടും 2, 3, 4 പ്രാവശ്യം വരെയും കുത്തി. അപ്പോൾ ഞാനും ഇത് നോക്കിക്കൊണ്ടിരിക്കുക, കുഞ്ഞിൻ്റെ അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ശരിക്കും എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു സമയമായിരുന്നു. ഞാനപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ കുഞ്ഞിനെ അടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ക്യാനിൽ നീ തന്നെ ഇടണേ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ്, എന്നോട് ആ ക്യാനിൽ ഇടാൻ പറയുമോ. അപ്പം ഞാനിങ്ങനെ ഉള്ളിലാണ് തോന്നിച്ചത്. തീർച്ചയായിട്ടും പിന്നീടാണ് എനിക്കത് മനസ്സിലായി. അപ്പം ഞാനപ്പോൾ തിരിച്ച് അങ്ങോട്ട് പറയും, ഈശോയെ ഞാൻ പഠിക്കുന്ന സമയം മുതൽ പീഡിയാട്രിക് കുട്ടികൾക്ക് ഞാൻ ക്യാനിൽ ഇന്നേ വരെ എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ ഈ ഒരു ഇത്രയും കുത്തിയിട്ട് കിട്ടാണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് ഞാൻ എങ്ങനെ ഇടും ക്യാനിൽ? അത് ദൈവം എന്നെ കൊണ്ട് അത് സാധിക്കില്ലല്ലോ എന്ന് തോന്നി ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്റർ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ ക്യാനിൽ എൻ്റെ കയ്യിൽ തന്നു, ക്യാനിൽ സെറ്റും തന്ന് ഞാൻ മാനസികമായ രീതിയിൽ നോക്കിയിട്ട് ഒരു വെയിൻ പോലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ കാണാനില്ല. അത് പിന്നെ ഞാൻ ക്യാനിൽ പിടിച്ചതാണ്, കുഞ്ഞിൻ്റെ കൈ പിടിച്ചത് എനിക്കുള്ളൂ. ആ ക്യാനിൽ എങ്ങനെ ഇൻസേർട്ട് ആയെന്ന് എനിക്കറിയില്ല. കുഞ്ഞിന് ഫസ്റ്റ് ഞാൻ ഇട്ട ക്യാനിൽ അത് കിട്ടുകയും ചെയ്തു, ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തു. അത് മാതാവ് ഈശോയും അപ്പുറം ഇപ്പുറം നിന്ന് എൻ്റെ കൈ പിടിച്ച് ചെയ്തൊരു ദൈവം തന്നെ, ദൈവമായിട്ട് ഇട്ട ഒരു ക്യാനിലായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ അതൊരു ശുശ്രൂഷ മേഖലയിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറിയ ആഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അത് ഈശോ അത് അപ്പം തന്നെ നമുക്ക് നടത്തി തരുന്നു എന്നുള്ളൊരു ഉറച്ചൊരു ബോധ്യം കിട്ടിയൊരു നിമിഷമായിരുന്നു. ദൈവത്തിന് നന്ദി. ആ ഒരു സംഭവത്തിന് ശേഷവും പിന്നത്തെ എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഞാൻ ഈ പീഡിയാട്രിക്കിന് ക്യാനിലിട്ടില്ല. എൻ്റെ നേഴ്സിംഗ് മേഖലയിൽ ശുശ്രൂഷ ജീവിതത്തിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം ക്യാനിലിട്ടത് ആ ഒരു കൊച്ചിനാണ്. ദൈവത്തിന് അത് ഇന്നും ഒരു അത്ഭുതമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിതുപോലെ എൻ്റെ 26 വർഷത്തെ സർവീസിൽ, നേഴ്സിംഗ് സർവീസിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുപോലത്തെ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഒരു രോഗികളെയും കൊണ്ട് വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ടെൻഷനിൽ, ആ നേരത്ത് പ്രസവത്തിന് വരുന്നതാണല്ലോ ഞാൻ ഗൈനി എമർജൻസി റൂമായിരുന്നു. അപ്പം അവർ ആ അനുഭവിക്കുന്ന ടെൻഷനിൽ നമ്മുടെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ, ആ പേഷ്യൻറ്റിനോടാണേലും കൂടെ വന്നവരോടാണേലും നമ്മളുടെ ഒരു ആശ്വാസ വാക്ക് പറയണ കേൾക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അവർ അടുത്ത ഡെലിവറിക്കൊക്കെ വരുമ്പോൾ എന്നെ തന്നെ അവിടെ കാണാറുണ്ട്. കാരണം ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ പറയും, സിസ്റ്ററിനെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, സിസ്റ്ററെ ഇപ്പോഴും നമ്മൾ ഓർത്തില്ലേലും നമ്മളെ ഓർക്കുന്ന, അത് നമ്മുടെ ഈശോ തന്ന ഒരു അനുഗ്രഹം കേട്ടോ. നമ്മൾ അവരോട് സ്നേഹമായിട്ട് പെരുമാറാനും അവരുടെ ആ വേദനകളിൽ ഇറങ്ങിച്ചെന്ന് നമുക്കൊരു ആശ്വാസവാക്ക് പറയാനും, പലപ്പോഴും ഞാൻ മൗനമായിട്ടാണേലും ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ള എൻ്റെ നേഴ്സിംഗ് സർവീസ്, അതെനിക്കൊരു ഒരുപാട് സമാധാനം തരുന്നൊരു എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ രോഗിയായിരുന്നു, ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അപ്പച്ചൻ്റെ അവസാന നാളുകളിൽ
ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു നേഴ്സിന് കിട്ടാവുന്ന ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ആ 35 ദിവസം വീട്ടിൽ കിടത്തി എൻ്റെ അപ്പച്ചന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമ്മൾ സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് ദൈവം അത് തന്നു. സാധാരണ നമുക്ക് നേഴ്സസിന് കിട്ടാത്തൊരു ഭാഗ്യമാണ് ശരിക്കും. ദൈവത്തിന് മഹത്വം, ഈശോ തന്നു ആ ഒരു അനുഗ്രഹം. ശരിക്കും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ആ ഒരു ഭാഗ്യം സുസ്ന കിട്ടിയതിന്. പിന്നെ മക്കളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ എൻ്റെ മക്കൾ ഞാൻ കൂടെ ഇല്ലാതിരുന്നതുകൊണ്ട് അത് ഒരു കൂദാശ ജീവിതങ്ങളോട് അകന്നായിരുന്നു ഇച്ചിരി അവർ നിന്നിരുന്നത്. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകൻ എന്നോട് പറഞ്ഞ ഒരു ദിവസം, അമ്മേ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഈശോയ്ക്ക് ഒരുപാട് മഹത്വം കൊടുത്തു. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടും അനുസരിക്കാത്ത മകൻ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, കരുണയും കൃപയും ശരിക്കും നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളുടെ മേലൊരു അധികാരത്തോടു കൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അധികാരമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അധികാരം ദൈവം തരുന്നുണ്ട്. അത് അവൻ്റെ ആ മാറ്റത്തിലും അതുപോലെ ഇളയ മകനാണേലും ഇപ്പൊ ഇത്രയും അവർ മാറി വരുന്നെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് മഹത്വം ദൈവത്തിന് മഹത്വം. എനിക്കാണെങ്കിലും മക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ബൈബിള് വായിച്ച് വന്ന ഒരു ശീലിച്ചതുകൊണ്ട് എനിക്ക് മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത മകൻ്റെ ആദ്യ കുർബാനയുടെ സമയത്ത് അവന് ബൈബിള് മേടിച്ചു കൊടുത്തു. 3 മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആളും ഡെയിലി ബൈബിൾ വായിക്കണം, അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം, ബുക്ക് മാർക്ക് വയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അവർ പിന്നെ ആദ്യമൊക്കെ കുറേശ്ശെയാണ് വായിക്കുന്നതെങ്കിലും അങ്ങനെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ വായിച്ചു പോകട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ താഴെയുള്ള മകൾ, അപ്പോൾ അവളുടെ അടുത്ത് ഇത് പറയുമ്പോൾ അവൾ സെൻറ്റൻസ് കൂട്ടി വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അത്ര ചെറിയ പ്രായത്തിലായിരുന്നു. അപ്പോൾ അവൾ അത് ബൈബിള് വായിച്ചു തുടങ്ങി. 10.5 വയസ്സായപ്പോഴത്തേനും ഇംഗ്ലീഷ് ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ച് അവസാനിപ്പിച്ചു. അത് അവളുടെ ആ ഒരു പ്രായത്തിൽ ഞാൻ ബൈബിൾ തൊട്ടിട്ടില്ല, ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ സന്തോഷം, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവളിപ്പോൾ 2ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ എത്ര ചെറിയ പ്രായം, ഇപ്പോൾ മറ്റുള്ള ബുക്കുകൾ കുഞ്ഞുങ്ങൾ വായിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബൈബിളും തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ്ങും കൂടിയാണ് ശരിക്കും, ദൈവാനുഗ്രഹം. അപ്പോൾ അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മക്കളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അവർ ബൈബിൾ വായിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്നത്. ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മക്കള് നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹം അവർക്കും കിട്ടുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. ദൈവം ഇത്രത്തോളം അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി, എൻ്റെ മക്കളാണേലും. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അധികം ആയില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇവിടെ വന്നപ്പോൾ തുടങ്ങി എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഷാർജയിൽ സഹോദരങ്ങളുടെ അടുത്താണ് കൂടെയാണ് താമസിക്കുന്നത്. നമ്മുടെ പള്ളി അത് ഏറ്റവും അടുത്ത്, എനിക്ക് എന്നും പരിശുദ്ധ കുർബാനക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു തൊട്ടടുത്ത്. ആഗ്രഹം പോലെ ഞാൻ സൗദിയിൽ എനിക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ, പക്ഷെ ഇവിടെ ആഗ്രഹം പോലെ തൊട്ടടുത്ത് പള്ളിയും എല്ലാം ദൈവം തന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ നേഴ്സസ് മിനിസ്ട്രിയിൽ പങ്കുചേരാൻ പറ്റി. ഈശോയുടെ മിനിസ്ട്രി അത്രയും ഒരു അഭിഷേകമുള്ള ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും അത് അവിടെ ശനിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ആ ദിവസമാകാൻ ഞാൻ കാത്തിരിക്കും ആ നേഴ്സസ് മിനിസ്ട്രിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന്റെ വലിയ കൃപയാൽ അതെല്ലാം ലഭിച്ചു. നമുക്ക് അത് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ഈ അന്യനാട്ടിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അനുഭവം, ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ദൈവം ഒരുക്കി തന്നു. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിനെ ഈശോയുടെ കരം പിടിച്ച് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും എന്നെ താങ്ങി നിർത്തിയേക്കുന്നത് തിരുവചനമാണ്. നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ ഉടനീളം നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞൊരു അസാധ്യമായിരുന്നു. കാരണം എൻ്റെ മുന്നിൽ എൻ്റെ ഏജ്, അതുപോലെ ഞാൻ GNM ആണ്, പിന്നെ ലൈസൻസ് എടുത്തിട്ടില്ല. ഈ ഏജിലൊക്കെ നമ്മൾ ഇവിടെ വന്ന്
അങ്ങനെ ആ MOH ലൈസൻസ് എടുക്കാന്നൊക്കെ പറഞ്ഞ ആ വലിയൊരു ടാസ്ക്കാണ്. ശരിക്കും അത് ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് എനിക്ക് ലൈസൻസ് പെട്ടെന്ന് ഒറ്റ എക്സാമിൽ ഒരു സ്ഥലത്തും ഞാൻ പഠിക്കാൻ പോയില്ല. ഈശോ മാത്രമാണ് എന്നെ പഠിപ്പിച്ചത്. അത് ദൈവാനുഗ്രഹത്താൽ എനിക്കത് ലഭിച്ചു. ലൈസൻസ് കിട്ടി. ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ദൈവം എനിക്ക് ജോലി ഒരുക്കി തന്നു. നല്ല കൊളീഗ്സിനെ തന്നു. ഈശോയുടെ കൃപയാൽ ഇപ്പൊ വളരെ അതുപോലെ തന്നെ ദിവ്യകാരുണ്യനാഥന്റെ മുന്നിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടിച്ചെന്ന് അവിടെ ചെന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും അന്നേരത്തെ കിട്ടുന്ന ഒരു വലിയൊരു ഊർജം മറ്റിടത്തുനിന്ന് കിട്ടത്തില്ല. അതുപോലെ സന്തോഷവും സമാധാനത്തോടെ ദൈവം നടത്തുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അതെ. അപ്പൊ ഇന്ന് വരെ നമ്മുടെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിച്ച് നടത്തിയതിനെ ഓർത്തും നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവർക്ക് തക്ക സമയത്ത് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ നാം അനുഭവിച്ചറിയുകയായിരുന്നു. ഒരു കാര്യത്തിലും വൈകാതെ, ഒന്നിനും തിടുക്കം കൂട്ടാതെ തക്ക സമയത്ത് വേണ്ടതെല്ലാം നൽകുന്ന ഈ സ്നേഹത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.